ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു യാത്ര പോവാണേ. നമ്മളിന്ന് തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിനാണ് വന്നത്. അപ്പോൾ എറണാകുളത്തു നിന്ന് 1:30 ട്രെയിൻ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 2:30 കഴിഞ്ഞ് 2:45 ആയിട്ടുണ്ട്. വിശന്ന് വയ്യാണ്ടായാണ് എത്തിയത്. അതുകൊണ്ട് ആദ്യമേ തന്നെ പോയി ഫുഡ് കഴിച്ചു. കാരണം എല്ലാ റെസ്റ്റോറൻറ്റിലും പുറത്ത് ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് തിരക്കാണ്. ഞാനും അച്ഛനും പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററും അവളുടെ അച്ഛനും നമ്മൾ 4 പേരും കൂടെയാണ് പൂരം കാണാൻ വേണ്ടി വന്നത്. ഈ 25 കൊല്ലത്തിനിടയ്ക്ക് തൃശ്ശൂർ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി തൃശ്ശൂർക്ക് വരുന്നത് ഇത് ആദ്യമാണ് കേട്ടോ. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. എല്ലാവരും ആദ്യമായിട്ടാണ് പൂരം കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ ശരിക്കും കുടമാറ്റം കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വന്നത്. പക്ഷേ ഇപ്പം നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഇലഞ്ഞിത്തറ മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് മേളം കേട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഗ്രൗണ്ടിലേക്ക് പയ്യെ ഇറങ്ങി. അപ്പോൾ ഇതെൻ്റെ കസിൻ സിസ്റ്റർ ആണ് കേട്ടോ. ഇവളാണെങ്കിൽ ഇങ്ങനെ കമ്മൽ കണ്ടിട്ട് നല്ല കമ്മലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളൊരു കമ്മൽ ഭ്രാന്തിയാണേ. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ അവളെന്തൊക്കെയോ 1-2 മേടിച്ചു. നമ്മൾ എന്നിട്ട് നേരെ അവിടെ നിന്ന് കുടമാറ്റം നടക്കുന്ന സ്ഥലത്തേക്കാണ് വന്നത്. നമ്മൾ വീട്ടിലിരുന്ന് TV-യിൽ കൂടി ഈ പൂരം കാണുന്ന ഒരു എഫക്റ്റ് അല്ല കേട്ടോ ഇവിടെ വന്ന് നേരിട്ട് ഇത് കാണുമ്പോഴത്തേക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ തൃശ്ശൂർ പൂരം ഒരു കാഴ്ചയല്ല, ശരിക്കും അതൊരു അനുഭവം തന്നെയാണ്. അത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് നമ്മുടെ ശക്തൻ തമ്പുരാനാണ് കേട്ടോ. അത് 70s 80s ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് സ്റ്റാർട്ടാവുന്നത്. പാറമേക്കാവും തിരുവമ്പാടി അങ്ങനെ 2 പ്രധാന ക്ഷേത്രങ്ങളാണ് കേട്ടോ ഈ തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ 2 ക്ഷേത്രങ്ങളുടെയും കുടമാറ്റാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോണത്. ഈവനിങ് ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട് കുടമാറ്റം സ്റ്റാർട്ടായപ്പോഴത്തേക്കും. നല്ല തിരക്കുമാണ്, അതുപോലെ നല്ല ചൂടും ഉണ്ട്. അതിനിടയ്ക്ക് കുറെ ആൾക്കാരൊക്കെ കുഴഞ്ഞു വീഴുന്നൊക്കെ ഉണ്ട്. പോലീസുകാരിങ്ങനെ ആംബുലൻസ് ഒക്കെ ഇങ്ങനെ ഇട്ടേക്കാണ്. വീഴുമ്പോൾ തന്നെ കൊണ്ടുപോകാനായിട്ട് സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് നമ്മുടെ ഗവൺമെന്റ് പൂരം നടത്തുന്നത് കേട്ടോ. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പണ്ട് തൃശ്ശൂര് പ്രധാന പൂരം എന്നറിയപ്പെട്ടിരുന്നത് ആറാട്ടുപുഴ പൂരം എന്നായിരുന്നു കേട്ടോ. പിന്നെ ഏതൊരു വർഷം തൃശ്ശൂരുള്ള കുറെ ക്ഷേത്രങ്ങൾക്ക് ആറാട്ടുപുഴ പൂരം കൂടാൻ പറ്റാണ്ട് വരികയും അവരെ ഒഴിവാക്കിയതിനെ തുടർന്ന് നമ്മുടെ ശക്തൻ തമ്പുരാൻ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അതിന് പകരമായിട്ടാണ് പുതിയൊരു പൂരം എന്ന നിലയിൽ തൃശ്ശൂർ പൂരം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഇതൊരു സംഭവം തന്നെയാണ്. റോഡിലൊക്കെ ഇങ്ങനെ വലിയ TV ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ലൈവായിട്ട് അവർക്ക് പൂരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്തും ഇങ്ങനെ TVയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാറമേക്കാവും തിരുവമ്പാടിയുടെയും കുടമാറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റോഡ് സൈഡിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്. ശരിക്കും ഈ കുടമാറ്റമൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം ശരിക്കും രസമാണ് അതൊക്കെ കാണാനായിട്ട്. കാരണം പല പല വർണ്ണ കുടകളിങ്ങനെ മാറ്റി മാറ്റി നല്ല ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട്. പക്ഷെ നമുക്ക് ഈ തിരക്ക് കാരണം ഒന്ന് കാലുകുത്തി നിൽക്കാൻ പോലും പറ്റണില്ല. അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് ആസ്വദിക്കാനുള്ളൊരു ഇതൊന്നും നമുക്ക് അന്നേരം ഇല്ല.
18 ലക്ഷം ജനങ്ങളാണ് പൂരം കാണാൻ വേണ്ടി ഇന്നിവിടെ എത്തിയത്. തൃശ്ശൂർ പൂരം കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി വരുന്ന തൃശ്ശൂർ പൂരങ്ങളൊക്കെ വന്ന് കാണുക. കാരണം ഇതൊക്കെ നമ്മൾ ലൈഫിൽ വൺ ടൈം എങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ പയ്യെ തിരിച്ചു പോരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം ഇനിയിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ എത്താനായിട്ട് ലേറ്റ് ആവും, എറണാകുളം വരെ എത്തണ്ടേ. അപ്പൊ അതാണ് നമ്മൾ പയ്യെ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് ഇറങ്ങാം എന്നുള്ള ഇതിലങ്ങ് നിൽക്കുക. അപ്പൊ ട്രെയിനൊക്കെ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ 9 മണിക്കുള്ളൂ. അപ്പൊ അത്രയും നേരം നിൽക്കേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ബസ്സിന് പോകാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തത്. അപ്പോൾ KSRTC സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകുന്നത് 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.